ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. Praise the Lord. Hallelujah. 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 യേശു പ്രിയ സഹോദരി സഹോദരന്മാരെ, അല്പനേരം നമ്മൾ ചിന്തിക്കാൻ എഴുതിക്കുന്ന വചനം യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 15-16 യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം അതിന്റെ 15-16. കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ റമായിൽ നിന്ന് ഒരു സ്വരം, വിലാപത്തിന്റെയും ഹൃദയം തകർന്ന രോദനത്തിന്റെയും സ്വരം. റാഹേൽ തന്റെ മക്കളെ ചൊല്ലി വിലപിക്കുന്നു. അവളുടെ മക്കളിൽ ആരും അവശേഷിക്കാത്തതിനാൽ അവൾക്ക് ആശ്വാസം കൊള്ളാൻ കഴിയുന്നില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ. നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. ശത്രുക്കളുടെ ദേശത്ത് നിന്ന് അവർ തിരികെ വരും. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ഭാവി പ്രത്യാശഭരിതമാണ്. ദൈവനാമത്തിന് സ്തുതി. ഇവിടെ വചനം പറയുന്നു, ആദ്യം പറയുന്നു, കർത്താവ് അരുളി ചെയ്യാണ് റമായിൽ നിന്നൊരു സ്വരം. അത് എന്തിന്റെ സ്വരമാണ്? വിലാപത്തിന്റെയും ഹൃദയം തകർന്ന രോദനത്തിന്റെയും സ്വരം. റാഹേൽ തന്റെ മക്കളെ ചൊല്ലി വിലപിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിലപിക്കുകയും അല്ലെങ്കിൽ കരയുകയും ചെയ്യുന്ന മാതാപിതാക്കളാണ്. അവർ മക്കളെ ചൊല്ലി, മക്കളുടെ പ്രവൃത്തികളെ ചൊല്ലി, അല്ലെങ്കിൽ അവരുടെ അവസ്ഥകളെ ചൊല്ലി, അതെന്തു തന്നെയാണെങ്കിലും ആയിക്കോട്ടെ, അതിനെ കുറിച്ചാണ് ഇന്ന് എല്ലാ മാതാപിതാക്കളും കരയുന്നതും വേദന അനുഭവിക്കുന്നതും. എന്നാൽ ഇവരോടെല്ലാം കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കുക എന്ന്. ഇവിടെ ഒരു ആശ്വാസത്തിന്റെ വചനം, ഒരു ഉത്തരവ് തരികയാണ്. നിങ്ങളുടെ കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കുക, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. നീ ഇത്രയും വേദനിച്ചത്, അല്ലെങ്കിൽ ഈ മക്കളെ പ്രതി വേദനിച്ച് പ്രാർത്ഥിച്ചതിന് ഒരു ഉത്തരം ലഭിക്കാൻ പോവുകയാണ്. വീണ്ടും പറയുകയാണ്, നിന്റെ ഭാവി പ്രത്യാശഭരിതമാണ്. പക്ഷെ ഇന്ന് നമുക്ക് ഇല്ലാതെ പോകുന്നതും ഈ പ്രത്യാശയല്ലേ? അത് നമ്മൾ ചിന്തിക്കേണ്ടിരിക്കും. നമ്മൾ മക്കളെ കുറിച്ച് ഒത്തിരിയേറെ വേദനിക്കുന്നവരാണ്, കരയുന്നവരാണ്, നെടുവേർപ്പെടുന്നവരാണ്. പക്ഷേ ഇവിടെ കർത്താവ് പറയുകയാണ്, നിന്റെ കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കുക എന്നുള്ളത്. നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു എന്ന്. പക്ഷെ എന്നിട്ടും നമുക്കൊരു പ്രത്യാശ ഇല്ലാത്തൊരു ജീവിതം. എന്തുകൊണ്ടായിരിക്കും അത്? എന്റെ ജീവിതം ഞാൻ എത്രമാത്രം ക്രിസ്തുവിനോട് ചേർന്നാണ്, അല്ലെങ്കിൽ വചന അധിഷ്ഠിതമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. അതുപോലെ എനിക്ക് എത്രമാത്രം ആ ദൈവത്തിൽ ആഴമായ വിശ്വാസമുണ്ട്. ഈ രണ്ട് കാര്യങ്ങളല്ലേ ഇന്ന് ഈ പ്രത്യാശയില്ലാത്ത മക്കളായിട്ട് വീണ്ടും വീണ്ടും നമ്മൾ കരഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ വിലപിച്ചുകൊണ്ട്, കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് അനുദിന ജീവിതം തള്ളി നീക്കുന്നത്. ഇവിടെ കർത്താവ് കൃത്യമായിട്ട് പറയാം, നിന്റെ കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കുക എന്ന്. നിന്റെ വേദനകൾ, അല്ലെങ്കിൽ നീ എന്തിനെ കുറിച്ചാണ് ഹൃദയം തകർന്ന് രോധിക്കുക അല്ലെങ്കിൽ കരയുന്നത്? നിന്റെ മക്കളെ കുറിച്ചാണ്. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം 23:28 പറയുന്നുണ്ട്, ജെറുസലേം പുത്രിമാരെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിനെന്നും. ഇന്ന് അക്ഷരാർത്ഥത്തില് ഓരോ മാതാപിതാക്കളും ഈ മക്കളെ പ്രതി അല്ലേ കരയുന്നത് അനുദിനം. പക്ഷെ എന്നാൽ ഇവിടെ ദൈവം പറയുകയാണ്, നിങ്ങൾ കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കാന്. പക്ഷെ എന്തുകൊണ്ട് എനിക്കത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. നമുക്ക് വചനാധിഷ്ഠിതമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവത്തിൽ ആഴമായി വിശ്വസിച്ചുകൊണ്ട് ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു എന്നുള്ള, അല്ലെങ്കിൽ എന്റെ സ്വരം ശ്രമിച്ചു എന്നുള്ള ആ ഒരു ബോധ്യം നമുക്ക് ഇല്ലാത്തത് കൊണ്ടല്ലേ. നമുക്കറിയാം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38:5 നമ്മൾ വായിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38:5 അവിടെ ഹെസക്കിയായോട് പറയുന്ന ഒരു വചനമാണത്.
നീ ചെന്ന് ഹെസക്കിയായോട് പറയുക, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു, നിന്റെ കണ്ണുനീർ ഞാൻ ദർശിച്ചു. ഇതാ നിന്റെ ആയുസ്സിന് 15 വർഷം കൂടി ഞാൻ ദീർഘിപ്പിക്കും. അവിടെ കൃത്യമായിട്ട് അവിടെ പറയുകയാണ്. അപ്പൊ എവിടെ ഈ ഹെസക്കിയാവ് പ്രാർത്ഥിക്കുന്നുണ്ട്, മനമൊരുങ്ങി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ആ പ്രാർത്ഥന ദൈവം കേട്ടു എന്നാണ് അവിടെ പറയുന്നത്. നിന്റെ പ്രാർത്ഥന ദൈവം ശ്രവിച്ചു, കേട്ടു, നിന്റെ കണ്ണുനീർ ഞാൻ ദർശിച്ചു. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണുനീരുകളും നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നുണ്ടെന്നും നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണുനീര് ദൈവം കാണുന്നുണ്ടെന്നും ആ ഒരു വിശ്വാസം, ആ ഒരു പ്രത്യാശ ഇന്ന് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പൊ അതുകൊണ്ടല്ല ഇന്ന് നാം ഇത്രമാത്രം വേദനിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഈ കരഞ്ഞുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നത്. നമുക്കറിയാം, സങ്കീർത്തനം 34:18 പറയുന്നുണ്ട്. സങ്കീർത്തനം 34:18 പറയുന്നുണ്ട്, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമൊരുങ്ങിയവരെ അവിടെ നിന്ന് രക്ഷിക്കുന്നു. അപ്പൊ ഇത് നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മൾ എത്രമാത്രം ഹൃദയം നുറുങ്ങിയാണ് ഈ കർത്താവിനെ സമീപിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം മനമൊരുങ്ങിയാണ് ആ കർത്താവിനെ സമീപിക്കുന്നത് എന്നുള്ളത്. നമ്മൾ കള്ളക്കരച്ചിലുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് കരയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരിക്കലും ദൈവസന്നിധിയിൽ സ്വീകാര്യമായിരിക്കില്ല. അപ്പൊ നമ്മൾ ഹൃദയം നുറുങ്ങി നമ്മുടെ ആ വേദനയുള്ള ഹൃദയത്തോടു കൂടി മനം നൊന്ത് നമ്മൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ദൈവം കേൾക്കുമെന്നാണ് ഈ ഹെസക്കിയായിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. യെശയ്യാ പ്രവാചകനിലൂടെ നമ്മൾ കാണിക്കുന്ന ഹെസക്കിയായോട് കൊടുക്കുന്ന ആ വാഗ്ദാനങ്ങൾ. അതുകൊണ്ട് നമുക്കറിയാം, സങ്കീർത്തനം 56:8 മുതൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ, സങ്കീർത്തനം 56:8 മുതൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് കാണാൻ സാധിക്കും, അവിടുന്ന് എന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എന്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണുനീരുകളും അല്ലെങ്കിൽ പ്രാർത്ഥനകളും പാഴായി പോകുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു വിശ്വാസം എനിക്ക് നിങ്ങൾക്കും ഉണ്ടോ ആഴമായിട്ട്? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ എത്രമാത്രം ദൈവത്തോട് ചേർന്നാണ് നിൽക്കുന്നത്? ഒരു വേള നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിലും അത് സ്വീകാര്യമാകുന്നില്ല എങ്കിൽ നമ്മുടെ വിശ്വാസക്കുറവ് തന്നെയാണ് എന്നാണ് നമുക്ക്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഞാൻ എത്രമാത്രം ആഴത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ്, ദൈവത്തിന്റെ വചനങ്ങൾ പാലിച്ചുകൊണ്ട് ആണോ ഞാൻ ജീവിക്കുന്നത്? അപ്പോഴാണ് നമുക്ക് ആ വിശ്വാസം വർദ്ധിക്കുന്നത്. അല്ലാത്ത സമയത്ത് നമുക്ക് വിശ്വാസമുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമുക്ക് എത്രമാത്രം ആഴത്തിൽ വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിത അവസ്ഥകൾ, ഏത് അവസ്ഥയിലാണ് ഞാൻ ജീവിക്കുന്നത്? പാപത്തിൽ മുഴുകിയാണോ? അത് നമ്മൾ ചിന്തിക്കണം. പാപിയുടെ പ്രാർത്ഥന ഒരിക്കലും ദൈവം കേൾക്കുകയില്ല. നാം എത്ര കരഞ്ഞു പ്രാർത്ഥിച്ചാലും നാം പാവാവസ്ഥയിലാണെങ്കിലും ദൈവം അത് കേൾക്കില്ല എന്ന് പറയുന്നുണ്ട് അവിടെ. അപ്പൊ നമ്മൾ എന്താണ് ചെയ്തേണ്ടത് എന്നുള്ളത് ഈ ജെറമ്യായുടെ പുസ്തകം 31:19 പറയുന്നുണ്ട്, എനിക്ക് വഴിതെറ്റിപ്പോയി. അത് നമ്മൾ ചിന്തിക്കണം. ഞാൻ ഏത് അവസ്ഥയിലായിരുന്നു? ഞാൻ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണോ പ്രാർത്ഥിക്കുന്നത്, അത് ഞാൻ ആ വഴിതെറ്റിപ്പോയ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഞാൻ വിളിച്ചു കരയുന്നതെന്ന് ചിന്തിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ അത് ഏറ്റു പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും വരണമെന്നാണ് ഇവിടെ പറയുന്നത്. എനിക്ക് വഴിതെറ്റിപ്പോയി, ഇപ്പോൾ ഞാൻ അനുതപിക്കുന്നു. ഈ അനുതാപത്തോടുകൂടി, വേദനയോടുകൂടി, ഞാൻ ദൈവത്തെ വേദനിപ്പിച്ചു, അല്ലെങ്കിൽ ഞാൻ സ്വർഗത്തിനെതിരായും അങ്ങേക്കെതിരായും തെറ്റ് ചെയ്തു പോയി എന്നുള്ള ആ ഒരു അനുതാപത്തോടെ, ആ ഏറ്റുപറച്ചിലോടുകൂടി ആ ദൈവത്തെ സമീപിക്കുമ്പോൾ, ഹൃദയം ഒരുക്കിക്കൊണ്ട് ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും ആ ദൈവം നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ആവശ്യങ്ങളും നിറവേറ്റി തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുള്ള ആ പ്രത്യാശയോടുകൂടി ജീവിക്കാൻ നമ്മളെ ദൈവം വിളിക്കുകയാണ്. ഓരോ ദിനവും നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. അപ്പൊ ഇതാണ് പറയുന്നത്, ഞാൻ അനുതപിക്കുന്നു, തെറ്റ് മനസ്സിലാക്കിയപ്പോൾ ഞാൻ മാറത്തടിച്ച് കരഞ്ഞു, ഞാൻ ലജ്ജിച്ച് തലതാഴ്ത്തി, യൗവനത്തിലെ അവമാനഭാരം ഞാൻ ഇപ്പോഴും വഹിക്കുന്നു. അപ്പൊ ആ തെറ്റ് മനസ്സിലാക്കി ഞാൻ മാറത്തടിച്ച് കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും ആ സമയത്തിന്റെ പൂർണ്ണതയിൽ ദൈവം നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചു തരും എന്നുള്ള ആ പ്രത്യാശയോടുകൂടി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ആ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. പക്ഷെ ഇതിന് വേറൊരു വശമുണ്ട്. അത് നമുക്ക് സാധിക്കുകയാണെങ്കിൽ മറ്റൊരു ദിവസം ഞാൻ എടുക്കാം. എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ല എന്നും അതിന് ഉത്തരം നൽകുന്നില്ല എന്നുള്ളത് അത് ജെറമ്യായിൽ തന്നെ പറയുന്നുണ്ടെന്ന്. പക്ഷെ അത് നമ്മൾക്ക് മറ്റൊരു ദിവസം എടുക്കാം. ഇന്ന് ഈ ഒരു വിശ്വാസത്തോടു കൂടി, ആഴമായ ഒരു വിശ്വാസത്തോട്, ഈ പ്രത്യാശയോടുകൂടി ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടുമെന്നും നമ്മുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് കരച്ചിൽ നിർത്തി ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ
ദൈവം ആഹ്വാനം ചെയ്യുന്ന ഈ വിളി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപ നമുക്ക് ഓരോരുത്തരും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.